ഇതിലെന്തോ പന്തികേടുണ്ട്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. അയ്യോ അയ്യോ, ഞാൻ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിന്ന അകത്ത് അത്താഴ ശീവേലി കഴിഞ്ഞ് അടുക്കള നട അടയ്ക്കും. പട്ടിണി കിടക്കുന്നതിലും ഭേദം കെട്ടിത്തൂങ്ങി ചാവുന്നതാ. ഏതായാലും ഈ ചർച്ച അത്ര ലളിതമായി പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തേലും കഴിച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി ചർച്ച തുടങ്ങാം. എന്തോ കുഴപ്പമുണ്ട്. അന്ന് പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് കണ്ട അഖില പിന്നെ നീയൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് കണ്ടു, ഞാൻ എന്ത് കേട്ടു? എന്തായാലും ഇത് ഞാൻ കണ്ടുപിടിക്കും. തൃച്ചംബരത്തെ വിലാസിനിയോടാ കളി. ചേച്ചി മിണ്ടരുത്. അടങ്ങിയോ ഒതുങ്ങിയോ അനുസരിച്ച് ഇതിനകത്ത് ജീവിച്ചില്ലെങ്കിൽ നിന്റെ തല ഞാൻ തകർത്ത് കളയും. മനസ്സിലായോ? വല്യുഞ്ഞിതെവിടെ പോയതാ? വല്യുഞ്ഞേ, വല്യുഞ്ഞേ, വല്യുഞ്ഞേ. കല്യാണി, എന്താ വല്യുഞ്ഞി ഇവിടെ നിക്കണേ? ഏയ് ഒന്നുമില്ല. എന്താ വല്യുഞ്ഞി ആലോചിക്കണേ? എന്നോടുകൂടി ഒന്ന് പറയ്. എന്താണെന്ന് എനിക്ക് അറിയില്ല കല്യാണി. അകാരണമായൊരു ടെൻഷൻ, എന്തൊക്കെയോ ദുരൂഹതകളുള്ളതുപോലെ. എന്ത് ദുരൂഹത? ഏത് കാര്യത്തില്? എന്തോ എനിക്ക് ചിലതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. വല്യുഞ്ഞി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ എവിടെയോ ഒരു ചതി മറഞ്ഞിരിക്കുന്നത് പോലെ. ഉൾക്കൊള്ളാൻ കഴിയാത്തത് പലതും ഞാൻ കാണുന്നു. എന്തായാലും ഈ വീട്ടിൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വീട് മാറിയേ പറ്റൂ. എന്താ വല്യുഞ്ഞി പറയണേ? എന്റെ ചില കണ്ടെത്തലുകളും ധാരണകളും തെറ്റാറില്ല കല്യാണി. ഏതായാലും നീ വാ. നിക്ക് വല്യുഞ്ഞേ. വല്യുഞ്ഞി എന്തൊക്കെയാ പറയണേ? വല്യുഞ്ഞിന് എന്താ പറ്റിയേ? അഖില മാഡം ഇപ്പൊ സ്നേഹം കാണിക്കുന്നതാണോ പ്രശ്നം? ഇതല്ലേ ഞാനും വല്യുഞ്ഞും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ? അതാണോ വല്യുഞ്ഞി ഉദ്ദേശിക്കുന്ന ദുരൂഹത? കല്യാണി, നിനക്ക് ആഹാരം വാരി തന്നപ്പോഴും നിന്റെ തലയിൽ തലോടിയപ്പോഴൊന്നും ഞാൻ അറിയുന്ന എന്റെ അമ്മ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല.
തളിച്ചമ്പരത്തെ അഖിലാണ്ടേശ്വരി അങ്ങനെ ആവില്ല. കഷ്ടാണ് വല്യുഞ്ഞെ. അഖില മാഡം പഴയതുപോലെ വല്യുഞ്ഞിനോട് സ്നേഹവും വാത്സല്യവും കാണിച്ചിട്ടും വല്യുഞ്ഞിന് അഖില മാഡത്തിന്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഒരുപക്ഷെ വാശിയും വൈരാഗ്യമൊക്കെ അതിര് കടന്നാൽ അമ്മയ്ക്ക് മകനെയും മകൻ അമ്മയും തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരും. ആ ഒരവസ്ഥ അതിപ്പോ കഴിഞ്ഞില്ലേ? അഖില മാഡം നമ്മളോടെല്ലാം ക്ഷമിച്ചില്ലേ? തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടുമ്പോഴാ രക്തബന്ധങ്ങളുടെ വില മനസ്സിലാവുന്നത്. എനിക്ക് ഇന്നതറിയാം. വാ, നേരൊരുപാടായി. കല്യാണി പൊയ്ക്കോ, ഞാൻ വരാം. ചെല്ല. കുറുപ്പേട്ടാ. ആ, എന്താ കുഞ്ഞെ? അല്ല, അമ്മ എവിടെ പോയതാ? അറിയില്ല കുഞ്ഞെ, മേഡം ഒന്നും പറഞ്ഞതുമില്ല. ശരി. എന്തോ ബ്രോ, എന്തൊരു ആലോചന? അമ്മ നമ്മളെ മുഖാമുഖം കണ്ടതാ, എന്നിട്ടും ഒന്നും മിണ്ടാതെ പോയതെന്താ? അമ്മ വല്ല അമ്പലത്തിലും പോയതായിരിക്കും. അതിന് ബ്രോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതല്ലടാ, അമ്മ എന്തൊക്കെയോ നമ്മളെ ഇന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അരവിന്ദ്, അരവിന്ദ് സ്വാമീസ് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. അരവിന്ദ് വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. വിളിക്കണം. നന്ദന. എന്താ ആനന്ദ്? അമ്മ എങ്ങോട്ടാ പോയത്? ആന്റി പോയോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആനന്ദ്. അല്ല, ഞങ്ങളെ കണ്ടിട്ടും അമ്മ ഒന്നും പറയാതെ ധൃതി പൊക്കളഞ്ഞു. എന്റെ ബ്രോ, അത് ഞാൻ പറഞ്ഞതല്ല, അമ്മ വല്ല അമ്പലത്തിൽ പോയതായിരിക്കുന്നു. ആന്റി സാധാരണ അമ്പലത്തിൽ പോവാണെങ്കിലും അതെന്നോട് പറയാറുണ്ട്. അതെ നന്ദന, ഏതായാലും അമ്മ പഴയ അമ്മയല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട് അമ്മയിൽ. യെസ്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അഖിലാന്റിയിൽ എന്തോ ചില മാറ്റങ്ങൾ ഉള്ളതുപോലെ. ബെസ്റ്റ്. സംശയിക്കാൻ കാത്തിരിക്കുന്ന ആൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ട്. അതല്ല അരവിന്ദ്, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അഖിലൊന്നും വൈകിപ്പിക്കാറില്ല. ഞാൻ ഡോക്ടർ പറഞ്ഞ ഓർഫനേജിലേക്ക് വരുന്നുണ്ട്. പതിവില്ലാതെ ആന്റി എന്ന ഇടത്തെ കൈകൊണ്ട് പേനയും പിടിച്ചു. ഒപ്പിട്ട് കൊടുത്തതുമില്ല. എനിക്കെന്തോ പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഓരോരോ കണ്ടുപിടുത്തങ്ങളേ. എന്റെ ബ്രോ, നിങ്ങൾ പണിയല്ലോ നോക്കിയേ. നീയേ ആ സ്വാമീസിന്റെ നമ്പർ എടുത്ത ഇപ്പൊ തന്നെ വിളിക്കാം. വാ 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 വാ. ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല.
വലിഞ്ഞേ ദാ ചായ. എന്താ വലിയ ഒരു ആലോചന? അമ്മയുടെ കാര്യം തന്നെയാ കല്യാണി ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമോ? എന്താ വലിയ ഇത്? അഖില മേഡത്തിന് മാറ്റം വരാനും നിങ്ങളാരും സമ്മതിക്കില്ലേ? അഖില മേഡം നമ്മളെ സ്നേഹിക്കണമെന്നും അംഗീകരിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതല്ലേ? എന്നെ മൂത്ത മരുമകളായിട്ട് മാഡം അംഗീകരിക്കണം എന്നുള്ളത് വലിയന്റെ വലിയ മോഹമായിരുന്നില്ലേ? അത് സാധിച്ചില്ലേ? ഒരാള് മാറിയാ അതിന് സംശയം എന്ന് വെച്ചാ വലിയ കഷ്ടാണ്. അങ്ങനെയല്ല കല്യാണി. ഇപ്പോ ഞാനും അരവിന്ദും കൂടി ജോഗിങ് കഴിഞ്ഞു വന്നപ്പോ അമ്മ പുറത്തേക്ക് പോകുന്നത് കണ്ടു. അമ്മ എങ്ങോട്ടാ പോയത്? അത് കൊള്ളാം. മാഡം വല്ല അമ്പലത്തിലേക്കും പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടപ്പോ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വെക്കൂടായിരുന്നു. മഞ്ഞപ്പിത്തമുള്ളവർക്ക് ആ കണ്ണുകൾ കൊണ്ട് നോക്കിയാ കാണുന്നതെല്ലാം മഞ്ഞളിച്ചിരിക്കും. അത് മറ്റുള്ളവരുടെ കുഴപ്പമൊന്നുമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാ. എന്റെ സംശയങ്ങളൊന്നും ഇന്നേ വരെ തെറ്റിയിട്ടില്ല കല്യാണി. ഞാൻ വെറുതെ സംശയങ്ങളൊന്നും ഉന്നയിക്കാറുമില്ല. അഖില മേഡം എല്ലാം ക്ഷമിച്ച് നമ്മളെ തിരിച്ചു വിളിച്ചതാണോ ഇപ്പൊ തെറ്റ്? അമ്മയ്ക്ക് എന്നോട് ക്ഷമിച്ചൂടെ എന്ന് വലിയ അഖില മേഡത്തിനോട് ചോദിക്കുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോ കല്യാണി, നിനക്കെന്നെ മനസ്സിലാവുന്നില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരി എന്ന എന്റെ അമ്മ എന്നോട് എന്ത് ചെയ്താലും ആ അമ്മയെ ചുറ്റിപ്പറ്റി തന്നെ എന്റെ ലോകം. ആ അമ്മയല്ല ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. ആകെ മാറ്റം വന്നൊരു അഖിലാണ്ടീശ്വരി. അതെ കല്യാണി, ഇതെന്റെ അമ്മയാണോന്ന എന്റെ സംശയം. ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയൂ തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിക്ക്? വല്യൂഞ്ഞിനെ ഇപ്പൊ മാറ്റം വന്നിരിക്കുന്നത്? ഇല്ല, വല്യൂഞ്ഞ് പറയണ പോലെ അഖില മേഡത്തിനെ സംശയിക്കാനൊന്നും എനിക്കാവില്ല. വല്യൂഞ്ഞ് പറഞ്ഞല്ലോ ആ അമ്മയെ ചുറ്റിപ്പറ്റിയ വല്യൂഞ്ഞിന്റെ ലോകമൊന്ന്. ആ അമ്മ ജീവിച്ചത് തന്നെ വല്യൂഞ്ഞിന് വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഇപ്പോഴീ സംശയിക്കപ്പെടുന്ന രീതിയിൽ ആ അമ്മ മാറിയത്. അതെ, ഒരു കാലത്ത് അമ്മയുടെ ലോകം ഞാൻ തന്നെയായിരുന്നു. ആ കാലത്ത് എന്റെ അമ്മയുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു. മക്കളെ അടുത്ത് കാണുമ്പോ അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ആ തിളക്കം ഈ അമ്മയുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയുണ്ടിപ്പോ? പനിയുണ്ട് മാഡം. ഞാൻ എത്തിച്ചു തന്ന ആന്റിബയോട്ടിക്സ് കൊടുത്തില്ലേ? കൊടുത്തു തുടങ്ങി. എങ്കിൽ വേഗം മാറിക്കോളൂ. എന്തിനാ പ്രിയങ്കി തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നേ? ഒന്ന് കൊന്നു കളഞ്ഞ പോരെ? കൊല്ല്, എന്നെ കൊല്ല്.
അവശ്യ നിലയിലാണെങ്കിലും സിംഹം സിംഹം തന്നെ. ദേ സടകൊടഞ്ഞെഴുന്നേറ്റു. വെറും സിംഹമല്ല പ്രിയങ്ക, സിംഹരാജ്ഞി. ഹോ, തൃച്ചംബരത്തെ സിംഹറാണി. ഞാൻ ഭയന്നു കരുതിയോ? നീ ഭയക്കണ്ട. പക്ഷേ ഈ ട്രിഗറിലൊന്ന് വിരൽ തൊട്ടാൽ നിന്റെ തല ചിതറും. ഞാനത് ചെയ്യില്ല. കോടാനുകോടി സമ്പത്തുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റ ബുള്ളറ്റിൽ അതൊക്കെ തകർത്ത് കളയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നീ ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ, എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ കൊല്ലും ഞാൻ. നിന്നെയല്ല, നിന്റെ പ്രിയപ്പെട്ടവനെ. ആ പരമസാത്വികനായ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണനെ. ഇടനെഞ്ചിൽ മിന്നൽ പിണർ പോലെ ഒരു ഷോക്ക് കൂടി പ്രതീക്ഷിച്ച് ഏത് നിമിഷവും മരണദൂതനെ കാത്തിരിക്കുന്ന നിന്റെ കൃഷ്ണേട്ടനെ. എന്താഖില, നീ ഭയന്നുപോയോ? നിനക്ക് നിന്റെ കൃഷ്ണേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഈ രാജരാജേശ്വരിക്കറിയാം. ഇഷ്ടപ്പെടുന്നത് പലതും നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഹൃദയം തകർന്നു പോകുന്നത്. കൊല്ലട്ടെ, കൊല്ലട്ടെ ഞാൻ നിന്റെ കൃഷ്ണേട്ടനെ. എന്നുവെച്ച് ഒരുപാടൊന്നും ഭയപ്പെടണ്ട. ഒരു മഹാവ്രതത്തിന്റെ കള്ളക്കഥ പറഞ്ഞ് അകലം പാലിക്കുന്നുണ്ട് ഞാൻ. ആ ജീവൻ എടുക്കാൻ രാത്രി കൊടുക്കുന്ന പാലിൽ ഒരു തുള്ളി സയനൈഡ്. വേണ്ടെങ്കി വേണ്ട. എങ്കിൽ ഇനി മുതൽ ഇങ്ങോട്ട് കൽപ്പനകളൊന്നും വേണ്ട. ഞങ്ങളുടെ കൽപ്പനകൾ അങ്ങ് അനുസരിച്ചാ മതി. പ്രിയങ്ക, എന്നാ പിന്നെ കൽപ്പനകൾ അനുസരിച്ച് തുടങ്ങാം. ഈ ചെക്ക് ലീഫുകളിലെല്ലാം നീ ഇപ്പോ ഒപ്പിടണം. എന്താ, അനുസരിക്കാൻ തയ്യാറല്ലേ? നീ കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച നിന്റെ വിശ്വസ്തന്റെ ആത്മാവ് ചിറകടിച്ച് അനന്തതയിൽ ലയിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. വിശ്വസ്തന്റെ പിൻഗാമിയായി കൃഷ്ണേട്ടനെ കാലദൂതന്റെ കൈകളിൽ ഏൽപ്പിക്കണം.